പ്രവാസികൾ നേരിട്ടിരുന്ന ഒന്നായിരുന്നു സെൽഫ് ചെക്ക് ഇൻ. ബാഗേജ് ഡ്രോപ്പ് നടപടികൾക്കായി ബൂത്ത് ഉപയോഗിച്ചത്. എന്നാൽ ഇനി ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ സെൽഫ് ചെക്ക് ഇൻ, ബാഗേജ് ഡ്രോപ്പ് നടപടികൾക്കായി ഇനി ബൂത്ത് ഉപയോഗിക്കേണ്ട. മൊബൈൽ ടച്ച് മാത്രം മതി. പുതിയ സമ്പർക്കരഹിത സാങ്കേതിക വിദ്യയിലുള്ള സെൽഫ് ചെക്ക് ഇൻ നടപടികളുടെ പരീക്ഷണ ഘട്ടത്തിന് വിമാനത്താവളത്തിൽ തുടക്കം കുറിച്ചു. COVID-19 പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് സമ്പർക്കരഹിത യാത്രാ നടപടികൾ. ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യയിലുള്ള ഹാപ്പി ഹോവർ, സിറ്റ മൊബൈൽ സൊല്യൂഷനുകൾ ഉപയോഗിച്ചാണ് ലളിതവും വേഗത്തിലുള്ളതുമായ സമ്പർക്കരഹിത സെൽഫ് ചെക്ക് ഇൻ, ബാഗേജ് ഡ്രോപ്പ് സംവിധാനങ്ങൾ നടപ്പാക്കിയത്. സെൽഫ് ചെക്ക് ഇൻ ബൂത്തുകളിലെ സ്ക്രീനിൽ സ്പർശിക്കാതെ യാത്രക്കാരന് സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാം. ആദ്യം ചെക്ക് ഇൻ ബൂത്തിന് മുൻപിൽ നിശ്ചിത സ്ഥലത്ത് യാത്രക്കാരൻ നിലയുറപ്പിക്കണം. തുടർന്ന് QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ വൈഫൈയിലൂടെ മൊബൈൽ ഫോണും സിറ്റ റിമോട്ട് കൺട്രോൾ ആപ്ലിക്കേഷനും തമ്മിൽ കണക്ട് ആകും. ഹാപ്പി ഹോവർ സൊല്യൂഷനിലൂടെ യാത്രക്കാരന്റെ വിരലടയാളം ബൂത്തിലെ സ്ക്രീനിൽ തിരിച്ചറിയും. സിറ്റ സമ്പർക്കരഹിത കിയോസ്ക് സൊല്യൂഷൻ ഉപയോഗിച്ച് ബൂത്തിലെ സ്ക്രീനിന്റെ മൗസ് പോയിന്റിൽ യാത്രക്കാരന് നിയന്ത്രിക്കാം. ഒപ്പം ആപ്പിൽ പ്രത്യേകമായി കീബോർഡ് സൗകര്യവുമുണ്ട്. ബൂത്തിലെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ആപ്പിലെ കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മതിയാകും. എങ്ങും തൊടാതെ ചെക്ക് ഇൻ ചെയ്യാം. ഒപ്പം ബാഗേജും നൽകാം. കോവിഡ് എത്തിയതോടെ സമ്പർക്കരഹിത യാത്രാ നടപടികൾ വേറെയും വിമാനത്താവളത്തിൽ ഇതിനകം നടപ്പാക്കി. പരിശോധന കൗണ്ടറുകളിലെ നടപടികൾ സമ്പർക്കരഹിതമാക്കാൻ സുരക്ഷാ ചെക്ക് പോയിന്റുകളിൽ ഹാൻഡ് ബാഗിനുള്ളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുറത്തെടുക്കാതെ തന്നെ യാത്രക്കാരന്റെ ബാഗിനുള്ളിലെ ഏത് ഉപകരണങ്ങളും വേഗത്തിൽ തിരിച്ചറിയാനുള്ള അത്യാധുനിക C2 സുരക്ഷാ പരിശോധന സാങ്കേതിക വിദ്യ കൂടാതെ ബാക്ടീരിയ പ്രതിരോധ ട്രേകൾ, വേഗത്തിൽ അണുവിമുക്തമാക്കുന്ന ഓട്ടോമേറ്റഡ് UV എമിറ്റിംഗ് മൊഡ്യൂളുകൾ, അണുവിമുക്ത റോബോട്ടുകൾ, ബാഗേജുകൾക്കായി അണുവിമുക്ത ടണലുകൾ എന്നിവയെല്ലാം വിമാനത്താവളത്തിലുണ്ട്. അടുത്തിടെയാണ് യാത്രക്കാർക്കായി PPE കിറ്റ് ഉൾപ്പെടെയുള്ള COVID-19 പ്രതിരോധ സാധനങ്ങളുടെ സ്വയം വിൽപ്പന യന്ത്രങ്ങളും സ്ഥാപിച്ചത്. ഏവർക്കും ആശ്വാസകരമാവുകയാണ് ഈ തീരുമാനം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.